ഇപ്പൊ ഷിജുചേട്ടൻ പറഞ്ഞ പോലെ വടകരയിലുള്ള എല്ലാ ആൾക്കാരും നല്ല സഹകരണമായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ നല്ല മനുഷ്യരായിരുന്നു, അതുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ അവരുടെ ജീവിതമാണ്, അവര് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ മലബാർ സൈഡിലേക്ക് പെണ്ണ് കിട്ടാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ തോന്നുന്ന സമയത്ത് ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇങ്ങനെ 30 വയസ്സ് കഴിഞ്ഞ് കെട്ടുന്നവരുണ്ടോന്ന് ചോദിക്കുമ്പോൾ നമ്മള് ഇപ്പം എന്റെ സ്വദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പം അവിടെ ഇങ്ങനെ അധികം കാണാറില്ല. അപ്പം എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു മൂവി അവരിലേക്ക് പെട്ടെന്ന് കണക്ട് ആയില്ലേ, അതുകൊണ്ട് സക്സസ് ആയില്ലേ. ഞാൻ ഓടിയൊരു ഓട്ടം, എനിക്ക് ആദ്യം ഓടിയൊരു ഓട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് പെട്ടെന്ന് ഒരു കല്യാണം വന്നപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ പറഞ്ഞേ. അപ്പോൾ ആ സമയത്ത് ഓടിയൊരു ഓട്ടം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പം അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഓർമ്മ വരും. ഒരു ഓർമ്മയെല്ലാം അയവർത്തിക്കൊണ്ടുള്ള ആദ്യം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്, ആദ്യമൊക്കെ ഈ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോഴേ ഈ ഭയങ്കര ഭയങ്കര ഇതൊക്കെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇതാ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സെറ്റപ്പിലൊക്കെ പോണ നമ്മൾ ചെല്ലണത്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ കല്യാണം നടന്ന കല്യാണം എങ്ങനെയാ വെച്ചാല്, അന്ന് ഞാൻ പോയത് ഒരു ലോക്കൽ ടീഷർട്ടും ലോക്കൽ പാൻറ്റും എടുത്തിട്ട് പോയി. അത് അപ്പോൾ പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ സംഭവം നടന്നത്. അതുവരെ ആ ഓട്ടോ ഓടിയതൊക്കെ ഞാൻ ഭയങ്കര ഇതിലായിരുന്നു, ഭയങ്കര ടിപ് ടോപ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്പോൾ ഈ ഓട്ടോ ഒക്കെ ഇതിൽ നമുക്ക് മൈൻഡിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതുമാതിരി ഒരു ഓട്ടത്തിൻ്റെ ഒരു സോങ്ങാന്ന് പറഞ്ഞാണ് ഇതിലൊരു കൊട്ടാരം വീടിനകത്തോ സോങ്, ഒരു ഫാസ്റ്റ് സോങ് ഉണ്ട്, കച്ച 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 കച്ച. ആ ഒരു അവൈഷൺമുഖിക്കായിരുന്നു എനിക്ക്. അപ്പം എനിക്കൊരു നമുക്കത് കമ്പോസ് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ കല അങ്ങനത്തെ ഒരു സാധനമുണ്ട്, അങ്ങനത്തെ ഒരു സീക്വൻസുകളാണ് നമുക്ക് ഇത് കൊടുക്കാനുള്ളത്, കമ്പോസ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളത്. എനിക്കിത് വായിൽ വഴങ്ങണം പോലില്ല ട്രാക്ക് ചെയ്യുമ്പോഴേ. അവസാനം കൈതപ്രസാദ് വരിയൊക്കെ എഴുതി വന്നപ്പോഴാണ് അതൊന്ന് കറക്റ്റാക്കി ഇതിലേക്ക് ഒതുക്കി കിട്ടിയത്. ശരിക്കും കമ്പോസിങ് സമയത്തും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ആ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത് ആസ് യൂഷ്വൽ എന്തായാലും നമുക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഡയറക്ടറും പ്രൊഡ്യൂസറും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും ഷിജേട്ടപ്പം റെഡിയാവും, 10 മിനിറ്റ് ഇപ്പം റെഡിയാക്കാറുണ്ട്. മിക്കവാറും രാവിലെ വിളിച്ചാൽ കിട്ടില്ല. എന്നാൽ രാവിലെ പകലൊക്കെ രാത്രിയൊക്കെ മിക്കവാറും വർക്ക് ചെയ്ത് പകലൊരു ഉച്ചവരൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്തേക്ക് ഒരു 10 മിസ് കോൾ വന്നിട്ടുണ്ടാവും. 11ാമത്തെ മിസ് കോൾ ഞാൻ എടുക്കും, ഷിജേട്ടപ്പം തരാന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂണ് ഒരു ഇതിൽ മൂളും. എന്നിട്ട് ഒരു 2-3 ട്യൂണൊക്കെ കൊടുക്കും, അതിലൊന്ന് സെറ്റാവും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട്, കുറേ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇതിനു വേണ്ടി ഈ ലിറിക്സ് എഴുതിക്കാൻ വേണ്ടി ഞങ്ങൾ കൈതപ്രസാറിൻ്റെ അടുത്ത് പോയപ്പോൾ ഉള്ള കുറേ ഓട്ടവും. അപ്പോൾ പുള്ളിക്ക് ഞങ്ങളുടെ ഒരു ധൃതിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ പുള്ളി അത് ആപ്റ്റായിട്ട് ഇങ്ങനെ ഓരോരോ വരികൾ ഓരോ ട്യൂണിനനുസരിച്ച് നമുക്ക് തന്നു. അത് അതേമാതിരി എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ, നമുക്ക് എൻ്റെ മൈൻഡിലുള്ള വിഷ്വൽ എന്തൊക്കെയാണ്, അതിൻ്റെ അപ്പുറത്തെ സാധനങ്ങൾ ഈ മനുഷ്യൻ ഇവിടെ പകർത്തി വയ്ക്കുന്നുണ്ട്. ഞാൻ കാരണം സെറ്റിലൊക്കെ പോയപ്പോൾ ഈ പറമിറയെ പൊന്നുണ്ടെന്നുണ്ട് സൗണ്ട്. അത് മാരക ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, പിന്നെ അയ്യപ്പദാസ് സാറുണ്ട് കൊറിയോഗ്രാഫി, ഒരു രക്ഷയില്ല. വർക്കൊക്കെ ശരിക്കും ആ ഒരു എഫോർട്ട് ശരിക്കും കാണാനുണ്ട്. ആ ഒരു പ്രൊമോയില് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ജനങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട്. ഇതില് കാസ്റ്റ് തനി മലബാർ തന്നെയാണ് കാസ്റ്റ്. മലബാർ പുതിയ ആളുകൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ചലഞ്ചിങ്. 99 വയസ്സായി മുത്തശ്ശി അഭിനയിച്ചിട്ടുണ്ട്, ഭയങ്കര അസറ്റ്. എനിക്ക് അവരൊക്കെ നമ്മൾ കാണാത്ത ഫ്രെയിമുകളാണ്, കാരിക്കേച്ചർ പോലെയുള്ളത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്ര 9 മിനിറ്റോളം സിംഗിൾ ഷോട്ട്. എഫോർട്ടുകളുണ്ട്. പുതിയ ആളുകൾ ആകുമ്പോൾ ഇത് കുറച്ച് ചലഞ്ചിങ്. ആർട്ടിസ്റ്റ് പക്ക എല്ലാവരും ആർട്ടിസ്റ്റാണ്, ഇല്ലാന്നല്ല, പക്ഷെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സ്മൂത്തായിട്ട് അവരോട് ചെയ്യിപ്പിച്ച് കിട്ടിയ ഒരു സാധനമാണ്. അത് ഭയങ്കര ഹാപ്പിയാണ്. അതെങ്ങനെ അത് എടുക്കാതില്ല, പക്ഷെ പുതിയ ട്രീറ്റ്മെൻറ്റാണ് അതിൽ ചെയ്തത്.